PSC ക്രൗണിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ HSA സോഷ്യൽ സയൻസിന് വേണ്ടിയിട്ടുള്ള ക്ലാസ് ആണ് കേട്ടോ നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ HSA സോഷ്യൽ സയൻസിന് വേണ്ടി നമുക്കൊരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ജോയിൻ ചെയ്യാവുന്നതാണ്. ആദ്യമായിട്ടാണ് PSC ക്രൗൺ യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒരു ലൈക്ക് ചെയ്തിട്ട് തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കമന്റ് ചെയ്യുക ചെയ്യുക കേട്ടോ. അപ്പോൾ HSA സോഷ്യൽ സയൻസിന് വേണ്ടി പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി നമ്മൾ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പോരുക. നിങ്ങൾക്ക് HSA സോഷ്യൽ സയൻസിന്റെ കൃത്യമായിട്ടുള്ള ഒരു സിലബസ് ബേസ്ഡ് ടൈം ടേബിൾ ബേസ്ഡ് ക്ലാസ്സുകൾ മെറ്റീരിയൽസ് അടക്കം നിങ്ങൾക്ക് HSA സോഷ്യൽ സയൻസിന്റെ ഡീറ്റെയിൽഡ് ക്ലാസ്സുകൾ ആവശ്യമാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ HSA സോഷ്യൽ സയൻസ് എന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ഡീറ്റെയിൽഡ് ക്ലാസ്സുകൾ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ HSA സോഷ്യൽ സയൻസ് എന്ന് പറഞ്ഞ് ഈ നമ്പറിൽ ഈ സ്ക്രീനിൽ കൊടുത്തേക്കുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യുക. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചു നിർത്തിയത്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? തുഗ്ലക് രാജവംശത്തെ കുറിച്ചിട്ടാണല്ലേ നോക്കിയത്. തുഗ്ലക് രാജവംശത്തിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു? നമ്മൾ ഗിയാസുദ്ദീൻ തുഗ്ലക്കിനെ കുറിച്ച്, മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ കുറിച്ച്, അതുകൂടാതെ ഫിറോസ് ഷാ തുഗ്ലക്കിനെ കുറിച്ചൊക്കെ നമ്മൾ നോക്കിയല്ലേ. അപ്പൊ ഇന്നത്തെ ക്ലാസ് നമ്മൾ നോക്കാൻ പോകുന്നത് സയ്യിദ് വംശവും ലോധി വംശത്തെ കുറിച്ചിട്ടാണ്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് സയ്യിദ് വംശത്തെ കുറിച്ചും എന്തൊക്കെ കാര്യങ്ങളാണ് ലോധി വംശത്തെ കുറിച്ചും പഠിക്കാനുള്ളതെന്ന് നമുക്കൊന്ന് നോക്കിപ്പോയാലോ. അപ്പൊ ഫസ്റ്റ് വൺ സയ്യിദ് വംശമാണ്. സയ്യിദ് വംശത്തിന്റെ ഒരു കാലഘട്ടം എന്ന് മുതലാണ് ഈ സയ്യിദ് വംശത്തിന്റെ ഒരു കാലഘട്ടം? 1414 മുതൽ 1451 കാലഘട്ടം വരെയാണ് ഈ സയ്യിദ് വംശം ഭരിച്ചു. അപ്പോ 1414 മുതൽ 1451 വരെയുള്ള കാലഘട്ടത്തിലാണ് എന്ത് ഭരിച്ചുകൊണ്ടിരുന്നത്? ഈ സയ്യിദ് രാജവംശം ഭരിച്ചുകൊണ്ടിരുന്നത്. ഡൽഹി സുൽത്താനേറ്റിലെ 4ാമത്തെ വംശം. സയ്യിദ് വംശം എന്താണ്? ഡൽഹി സുൽത്താനേറ്റിലെ 4ാമത്തെ വംശമാണ് സയ്യിദ് വംശം. അപ്പോൾ ഈ തിമൂർ ഇന്ത്യയിൽ നിയമിച്ച ഗവർണർ, അപ്പോൾ സയ്യിദ് വംശ സ്ഥാപകൻ ചോദിക്കുകയാണെങ്കിൽ കിസർഖാൻ ആണ് കേട്ടോ. കിസർഖാൻ ആണ് സയ്യിദ് വംശ സ്ഥാപകൻ. ആരാണ്? കിസർഖാൻ ആണ് സയ്യിദ് വംശം സ്ഥാപിച്ചിട്ടുള്ളത്. അപ്പൊ ഈ തിമൂർ ഇന്ത്യയിൽ നിയമിച്ച ഗവർണർ ആണ് കിസർഖാൻ എന്ന് പറഞ്ഞത്. തിമൂർ ഇന്ത്യയിൽ നിയമിച്ചിട്ടുള്ള ഗവർണർ ആണ് ആര്? കിസർഖാൻ. ഇനി കിസർഖാൻ ഡൽഹിയിലെ ഭരണം പിടിച്ചെടുത്ത് 1414 അപ്പൊ 1414 മുതൽ 1451 വരെ ഡൽഹി ഭരിച്ചിരുന്ന 4ാമത്തെ രാജവംശമാണ് ഏത്? സയ്യിദ് രാജവംശം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നാണയങ്ങൾ പേര് മുദ്രണം ചെയ്ത രാജവംശം കൂടിയാണ് സയ്യിദ് വംശം. നാണയങ്ങളില് പേര് മുദ്രണം ചെയ്തിട്ടുള്ള രാജവംശം സയ്യിദ് വംശമാണ്. അതുപോലെ തന്നെ സുൽത്താൻ എന്ന സ്ഥാനപ്പേര് സ്വീകരിക്കാത്ത രാജവംശം എന്താണ്? മറ്റുള്ള രാജവംശങ്ങളെല്ലാം രാജാക്കന്മാരെ സുൽത്താൻമാർ എന്താണ് വിളിച്ചിരുന്നത്. പക്ഷെ സുൽത്താൻ എന്ന സ്ഥാനപ്പേര് സ്വീകരിക്കാത്ത രാജവംശമാണ് ഏത്? ഈ സയ്യിദ് വംശം എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ ഏറ്റവും കൂടുതൽ കാലം സയ്യിദ് ഭരിച്ച സയ്യിദ് വംശ ഭരണാധികാരി ചോദിക്കുകയാണെങ്കിൽ മുബാറക് ഷായാണ്. മുബാറക് ഷായാണ് സയ്യിദ് വംശത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ കാലം ഈ ഒരു സയ്യിദ് വംശം ഭരിച്ചിട്ടുള്ള ഭരണാധികാരിയാണ് മുബാറക് ഷായാണെന്ന് ഓർക്കുക കേട്ടോ. അതിൽ കിസർഖാന് ശേഷം ഭരണാധികാരിയായ വ്യക്തി കൂടിയാണ് മുബാറക് ഷാ. അപ്പൊ കിസർഖാന് ശേഷം പിന്നീട് ആരാണ് ഈ സയ്യിദ് വംശം ഭരിക്കുന്നത്? നമ്മുടെ മുബാറക് ഷായാണ്. മുബാറക് ഷായാണ് സയ്യിദ് വംശത്തിലെ ഏറ്റവും കൂടുതൽ കാലം ഭരണാധികാരിയായിട്ടുള്ള സുൽത്താൻ എന്ന് പറയുന്നത്. ഇനി ഷാ ആലം എന്ന പേര് സ്വീകരിച്ചത് അലാവുദ്ദീൻ ഷായാണ് കേട്ടോ. ഷാ ആലം എന്ന് പറയുന്ന പേര് സ്വീകരിച്ച വ്യക്തിയാണ് ആര്? അലാവുദ്ദീൻ ഷാ. സയ്യിദ് വംശത്തിലെ അവസാന ഭരണാധികാരി കൂടിയാണ് അലാവുദ്ദീൻ ആലം ഷാ. അപ്പൊ അലാവുദ്ദീൻ ആലം ഷാ എന്താണ്? സയ്യിദ് വംശത്തിലെ അവസാന ഭരണാധികാരി കൂടിയാണ്. അപ്പൊ ഡൽഹി സുൽത്താനേറ്റിലെ 4ാമത്തെ രാജവംശമാണ് സയ്യിദ് വംശം. സയ്യിദ് വംശ സ്ഥാപകൻ ആരാണ്? കിസർഖാൻ ആണ്. തിമൂർ ഇന്ത്യ നിയമിച്ചിട്ടുള്ള ഗവർണർ കൂടിയാണ് കിസർഖാൻ എന്ന് പറയുന്നത്. കിസർഖാൻ 1514 ഡൽഹിയിലെ ഭരണം പിടിച്ചെടുക്കുന്നത്. നാണയങ്ങൾ പേര് മുദ്രണം ചെയ്യാത്ത രാജവംശമാണ്. സുൽത്താൻ എന്ന സ്ഥാനപ്പേര് സ്വീകരിക്കാത്ത രാജവംശം കൂടിയാണ് ഏത്? സയ്യിദ് വംശം എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ കാലം സയ്യിദ് വംശം ഭരിച്ച ഭരണാധികാരി മുബാറക് ഷായാണ്. അതുപോലെ ഷാ ആലം എന്ന പേര് സ്വീകരിച്ച അലാവുദ്ദീൻ ഷായാണ്. സയ്യിദ് വംശത്തിലെ അവസാന ഭരണാധികാരി കൂടിയാണ് ഈ അലാവുദ്ദീൻ ഷാ. ഇനി അടുത്ത വംശമാണ് ലോധി വംശം എന്ന് പറയുന്നത്. അപ്പൊ ലോധി വംശത്തിന്റെ ഒരു ഭരണ കാലഘട്ടം എന്ന് പറയുന്നത് 1451 മുതൽ 1526 വരെയാണ് ലോധി വംശം ഭരിച്ചിട്ടുള്ളത്. അപ്പൊ ഡൽഹി സുൽത്താനേറ്റിലെ അവസാന രാജവംശമാണ് ലോധി വംശം കേട്ടോ. അപ്പൊ ഡൽഹി സുൽത്താനേറ്റിലെ അവസാന രാജവംശം ഏതാ? അത് ലോധി വംശമാണ്. ഇന്ത്യ ഭരിച്ച ആദ്യ അഫ്ഗാൻ വംശം കൂടിയാണ് ലോധി വംശം. ഇന്ത്യ ഭരിച്ച എന്താണ് ആദ്യ അഫ്ഗാൻ രാജവംശം എന്ന് ആർക്കൂടെ ഉണ്ട്? ലോധി വംശത്തിനുണ്ട് കേട്ടോ. അതുപോലെ ലോധി വംശ സ്ഥാപകൻ ബാഹുൽ ലോധിയാണ്. ബാഹുൽ ലോധിയാണ് ഇത് സ്ഥാപിച്ചത്. ആരാണ് സ്ഥാപിച്ചത്? ബാഹുൽ
ലോധിയാണ് ഈ ലോധി രാജവംശം സ്ഥാപിച്ചിട്ടുള്ളതെന്ന് ഓർക്കുക. ഡൽഹി സുൽത്താനെ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച സുൽത്താനും ബാഹുൽ ലോധിയാണ് കേട്ടോ. അപ്പൊ ഡൽഹി സുൽത്താനേറ്റ് ഏറ്റവും കൂടുതൽ അധികാരത്തിലിരുന്ന ആരുടെ ഈ ലോധി വംശത്തിലെ ഭരണാധികാരിയായിട്ടുള്ള ലോധി വംശ സ്ഥാപകനായിട്ടുള്ള ബാഹുൽ ലോധിയുടെ കീഴിലാണെന്ന് ഓർക്കുക. ഇനി നമുക്ക് സിക്കന്ദർ ലോധിയെ കുറിച്ച് പഠിക്കാം. ആരാണ് ഈ സിക്കന്ദർ ലോധി? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സിക്കന്ദർ ലോധി. ലോധി വംശത്തിലെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ഭരണാധികാരിയാണ് സിക്കന്ദർ ലോധി എന്ന് പറയുന്നത്. ഗുൽറൂബി എന്ന തൂലിക നാമത്തിൽ പേർഷ്യൻ കൃതികൾ എഴുതിയ ഭരണാധികാരി. ഗുൽറൂബി എന്ന് പറയുന്ന തൂലികൻ നാമത്തില് എന്ത് ചെയ്തിരുന്നു? പേർഷ്യൻ കൃതികൾ എഴുതിയ ഭരണാധികാരി കൂടിയാണ് കേട്ടോ. ആഗ്ര പട്ടണത്തിന്റെ ശില്പി എന്നുമാണ് സിക്കന്ദർ ലോധി അറിയപ്പെടുന്നത്. ആഗ്ര പട്ടണത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നു. തലസ്ഥാനം ഡൽഹിയിൽ നിന്ന് ആഗ്രയിലേക്ക് മാറ്റിയ ഭരണാധികാരി. തലസ്ഥാനം ഡൽഹിയിൽ നിന്ന് ആഗ്രയിലേക്ക് മാറ്റിയ ഭരണാധികാരി. അപ്പൊ ലോധി വംശത്തിലെ പ്രശസ്തനായ ഭരണാധികാരിയാണ്. ഗുൽറൂബി എന്ന തൂലിക നാമത്തിൽ പേർഷ്യൻ കൃതികൾ എഴുതിയ ഭരണാധികാരിയാണ്. ആഗ്ര പട്ടണത്തിന്റെ ശില്പിയാണ്. തലസ്ഥാനം ഡൽഹിയിൽ നിന്ന് ആഗ്രയിലേക്ക് മാറ്റിയ ലോധി ഭരണാധികാരി കൂടിയാണ് ആര്? സിക്കന്ദർ ലോധി എന്ന് പറയുന്നത്. അതും ഇതിന്റെ കൂടെ നിങ്ങൾ ഓർത്തിരിക്കുക. ഇനി നമുക്ക് നോക്കാനുള്ളത് ഡൽഹി സുൽത്താനേറ്റിലെ എല്ലാ രാജവംശങ്ങളെയും കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചല്ലേ. അപ്പോൾ ഡൽഹി സുൽത്താനേറ്റിന്റെ കാര്യം നമ്മൾ ആദ്യം പറഞ്ഞു തുടങ്ങിയപ്പോൾ പറഞ്ഞിരുന്നു. ഡൽഹി സുൽത്താനേറ്റുമായി ബന്ധപ്പെട്ട് എന്താണ് മൊത്തം 5 രാജവംശങ്ങൾ ഉണ്ടായിരുന്നു. അടിമ വംശം, ഗിൽജി വംശം, തുഗ്ലക് വംശം, സയ്യിദ് വംശം, ലോധി വംശം. അപ്പൊ ലോധി വംശത്തോടുകൂടി ഡൽഹി സുൽത്താനേറ്റ് ഭരണം അവസാനിക്കുകയാണ് ചെയ്തത്. അതായത് ഡൽഹി സുൽത്താനേറ്റില് സുൽത്താന്റെ പിറവിക്ക് കാരണമായ യുദ്ധം ഏതാ? രണ്ടാം തറയിൻ യുദ്ധമാണ് കേട്ടോ. ഡൽഹി സുൽത്താനേറ്റിന്റെ പിറവിക്ക് കാരണം രണ്ടാം തറയിൻ യുദ്ധമാണ്. എന്നാണ് ഈ രണ്ടാം തറയിൻ യുദ്ധം നടക്കുന്നത്? 1192 രണ്ടാം തറയിൻ യുദ്ധം നടക്കുന്നത്. ഡൽഹി സുൽത്താനേറ്റിന്റെ തകർച്ചയ്ക്ക് കാരണം എന്താ? ഒന്നാം പാനിപ്പത്ത് യുദ്ധമാണ്. ഒന്നാം പാനിപ്പത്ത് യുദ്ധം എന്നാ നടന്നിട്ടുള്ളത്? 1526 കേട്ടോ. അത് മറന്നു പോകാതെ ഓർത്തിരിക്കുക. ഡൽഹി സുൽത്താനേറ്റിന്റെ പിറവിക്ക് കാരണം രണ്ടാം തറയിൻ യുദ്ധത്തോടുകൂടിയാണ് ഡൽഹി സുൽത്താനേറ്റ് പിറവി എടുക്കുന്നത്. ഡൽഹി സുൽത്താനേറ്റിന്റെ കീഴിൽ അടിമവംശം വരുന്നു, ഗിൽജി വംശം വരുന്നു, തുഗ്ലക് വംശം വരുന്നു, സയ്യിദ് വംശം വരുന്നു, ലോധി വംശം വരുന്നു. ലോധി വംശത്തിന്റെ അവസാനം വന്നതോടുകൂടി ഡൽഹി സുൽത്താനേറ്റ് തകർച്ചയ്ക്ക് കാരണം യുദ്ധം ഒന്നാം പാനിപ്പത്ത് യുദ്ധം 1526 നടക്കുന്നെന്ന് ഓർക്കുക കേട്ടോ. ഇനി ഡൽഹി സുൽത്താനേറ്റിൽ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ചത് തുഗ്ലക് വംശവും ഡൽഹി സുൽത്താനേറ്റ് ഏറ്റവും കുറച്ചു കാലം ഭരിച്ചത് ഗിൽജി വംശവുമാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ കാലം ഡൽഹി സുൽത്താനേറ്റ് ഭരിച്ച തുഗ്ലക് വംശവും ഏറ്റവും കുറച്ചു കാലം ഡൽഹി സുൽത്താനേറ്റ് ഭരിച്ചത് ഗിൽജി വംശമാണെന്ന് കൂടി ഇതിന്റെ കൂടെ നിങ്ങളൊന്ന് ഓർത്തിരിക്കണം കേട്ടോ. ഇനി സുൽത്താനേറ്റ് ഭരണകാലത്ത് ഉദ്യോഗസ്ഥന്മാരുടെ ചുമതല എന്തൊക്കെയായിരുന്നു? ക്രമസമാധാനം, നീതിന്യായ നിർവഹണം, ഭൂനികുതി പിരിക്കല്, സൈനിക സംഘാടനം എന്നിവയ്ക്കാണ് ഡൽഹി സുൽത്താനേറ്റിന്റെ ഭരണകാലത്തെ ഉദ്യോഗസ്ഥന്മാരുടെ ചുമതല. ഇനി സുൽത്താനേറ്റിന്റെ കാലത്ത് ഇന്ത്യയിൽ രൂപപ്പെട്ട വാസ്തുവിദ്യ ശൈലി ചോദിക്കുവാണെങ്കിൽ ഇൻഡോ ഇസ്ലാമിക് ആണ് കേട്ടോ. ഏതാണ്? ഇൻഡോ ഇസ്ലാമിക് ആണ്. കാമനകളും താഴിക കുടങ്ങളുമുള്ള വാസ്തുവിദ്യാ ശൈലി. കാമനകളും താഴിക കുടങ്ങളുമുള്ള വാസ്തുവിദ്യ ശൈലി ചോദിക്കുവാണെങ്കിൽ ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യ ശൈലിയാണ്. ഏതാണ്? കാമനകളും താഴിക കുടങ്ങളുമുള്ള വാസ്തുവിദ്യ ശൈലി ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യ ശൈലിയാണ്. ഈ ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യ ശൈലിയിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ഇന്ത്യയിലെ പ്രശസ്തമായിട്ടുള്ള നിർമ്മിതികൾ ചോദിക്കുവാണെങ്കിലോ കുത്തബ് മീനാർ, ഹുമയൂണിന്റെ ശവകുടീരം, താജ്മഹൽ, ചെങ്കോട്ട, ജുമാ മസ്ജിദ്, ഗോൽ ഗുംബസ്, ചാർമിനാർ ഒക്കെ എന്താണ്? അതൊക്കെ ഇൻഡോ ഇസ്ലാമിക് ശൈലിയിൽ പണി കഴിപ്പിച്ചിട്ടുള്ള നിർമ്മിതികളാണ് കേട്ടോ. അപ്പൊ കാമനകളും താഴികക്കുടമുള്ള വാസ്തുവിദ്യ ശൈലിയാണ് ഏത്? ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യ ശൈലി എന്ന് ഓർത്തിരിക്കുക. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ടോപ്പിക് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ മറക്കണ്ട, നിങ്ങൾക്ക് HSA സോഷ്യൽ സയൻസിന്റെ എന്തെങ്കിലും തരത്തിലുള്ള ക്ലാസ്സുകൾ, ഡീറ്റെയിൽഡ് ക്ലാസ്സുകൾ ആവശ്യമാണ് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ HSA സോഷ്യൽ സയൻസ് എന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. നമ്മൾ എല്ലാ സപ്പോർട്ടും നൽകുന്നതായിരിക്കും, ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പൊ ആർക്കെങ്കിലും HSA സോഷ്യൽ സയൻസുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽഡ് ക്ലാസ്സുകൾ വേണമെങ്കിൽ മടിക്കാതെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ HSA സോഷ്യൽ സയൻസ് എന്ന് വാട്സപ്പ് മെസ്സേജ് ചെയ്യുക കേട്ടോ. അപ്പൊ നമുക്കിനി മറ്റൊരു വീഡിയോമായി കാണാം. താങ്ക് യു സോ മച്ച്.